Hi friends, welcome to Gamma Tips. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അത് സോഫ്റ്റ് ആയിട്ടുള്ളത്, മുകളിൽ ക്രിസ്പി ആയിട്ടുള്ള ടൈപ്പ് പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ശേഷം വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെൽ പ്രസ് ചെയ്തപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിനനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. 2.5 ഗ്ലാസ് ഗോതമ്പ് മാവിന് നമുക്ക് വേണ്ടത് 2.5 സ്പൂണ് മൈദാമാവും 2.5 സ്പൂണ് ഉപ്മാവ് ഉണ്ടാക്കുന്ന റവ, വറുത്തതോ വറുക്കാത്തതോ ആവാം. അതേപോലെ തന്നെ അതിൻ്റെ ആ 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയുടെ പകുതി വെള്ളം എത്രയാണോ അത് നല്ലവണ്ണം വെട്ടി തിളപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പിടണം. ഇത് ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റവയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ 2.5 സ്പൂണ് റവ, 2.5 സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അതിനുശേഷം നമുക്ക് 2.5 സ്പൂണ് എണ്ണ കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ 2.5 സ്പൂൺ 3 സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത്തിരി കൂടിയാലും കുറയരുത്. നമ്മൾ എണ്ണ കൂടി ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ വെള്ളം, അതായത് എത്ര ഗോതമ്പ് മാവ് എടുത്തോ അതിൻ്റെ പകുതി വെള്ളം, തിളച്ച വെള്ളം നമ്മളതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. സ്പൂൺ വെച്ചൊന്ന് ആദ്യം കുഴയ്ക്കുക. ഒന്ന് സെറ്റാകുമ്പോൾ കൈ വെച്ചിട്ട് കുഴയ്ക്കുക. അധികം സോഫ്റ്റ് ആവണ്ട, എന്നാൽ നമ്മൾ ചപ്പാത്തിക്ക് മാവ് പോലെ സോഫ്റ്റ് ആവരുത്. അപ്പോൾ കുറച്ചൊരു കല്ല് പോലെ ഉണ്ടായിരിക്കണം മാവ്, സോഫ്റ്റ് അധികം വേണ്ട. അപ്പോൾ അതെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3-4 മിനിറ്റൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതൊന്ന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ നമുക്കൊരു 1/2 സ്പൂണ് ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് തളിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നുകൂടി ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലോണം കുഴച്ച് ഒന്നുകൂടി ഒന്ന് സ്മൂത്താക്കുക മാവ്. അപ്പം നമ്മളിതേ ഇങ്ങനെ കുഴച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ആയല്ലോ. ഇനി നമുക്കൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുക്കാം. അപ്പോൾ അത്രയും വലിപ്പത്തിലാകുമ്പോൾ കറക്റ്റ് ലെവൽ വരും. പിന്നെ പത്തിരി പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചപ്പാത്തി പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ശരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതേമാതിരി നമുക്ക് ഉരുണ്ടയാക്കി വെച്ച ശേഷം പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അല്ല ഒരു കട്ടിമാരി തോന്നും, സാരമില്ല, നമുക്കത് പരത്തിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് പൊടി, പത്തിരി പ്രഷറൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടി ആവശ്യമില്ല, ചപ്പാത്തി പ്രഷറാണെങ്കിൽ കേട്ടോ. ഇതിലിപ്പോൾ പൊടി നമുക്കില്ലാതെ പറ്റില്ല. അപ്പോൾ നമ്മളിത് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ആണ്. പക്ഷെ ഞാൻ എടുക്കുന്ന പാത്രം കുറച്ച് വലിയ ചീനിച്ചട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ, അതായത് ഇത് ഫുള്ളായിട്ട് ഉള്ളിൽ പോകും. ഇതേ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഞാനിപ്പോൾ എടുത്ത പാത്രം എന്ന് പറയുന്നത് അതിൻ്റെ മേലെ തന്നെ എണ്ണ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ സൈസ് നമുക്ക് എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ചെറുതന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നല്ലോണം തിളച്ച എണ്ണയിൽ കിട്ടിയിട്ട് ഒരു മീഡിയം സ്ലോ ഫ്ലെയിമിലാക്കുക കേട്ടോ. അതെ ഒരുവിധം പൊന്തി വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം നന്നായി പൊന്തി. അത് തുടക്കത്തിലിടുമ്പോൾ അങ്ങനെ പൊന്തില്ല, പിന്നെ അന്ന് ഇതാകുമ്പോഴേ പൊന്തുള്ളൂ. ആദ്യം ഇടുമ്പോൾ ചെറുതായി പൊന്തുള്ളൂ, പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോഴായിരിക്കും നന്നായി പൊന്തി വരിക. അതെ ഇപ്പം ആയിട്ടുണ്ട്, കണ്ടല്ലോ, നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ നമ്മൾ റവയും മൈദയും ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റും ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല ഒരു ഇതുമായിരിക്കും. അപ്പോൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലുതായി പരത്തിക്കാൻ നമുക്ക് അധികം ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല, അതാണ് ഞാൻ കുറച്ച് വലുതാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരിക്കും നല്ലോണം പൊങ്ങി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, കണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക്